ഇക്ക നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് റെഫർ ചെയ്ത് തരുമോ? ആ വെബ്സൈറ്റ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഓൺലൈനിലൂടെ മണി മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇനി അതല്ലെങ്കിൽ വീട്ടമ്മമാരാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല ജോബ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിലിരുന്നു കൊണ്ട് ഫോണിൽ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നല്ലൊരു ജോബ് നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിരന്തരം വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതിനുള്ള ഒരു പ്രത്യേക സ്പെഷ്യൽ ടിപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വരുന്നത്. ഈ വീഡിയോയിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പെർ ഡേ 500 രൂപ വെച്ച് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ്. അതായത് ഓഡിയോ കേട്ടുകൊണ്ട് അതിലെന്താണോ പറയുന്നത് അത് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പലപ്പോഴും ഇംഗ്ലീഷ് ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും, പക്ഷേ ഇംഗ്ലീഷും ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണോ ആപ്റ്റ് ആയിട്ടുള്ളത് ആ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. മലയാളം പറ്റും, ഇംഗ്ലീഷ് പറ്റും, ജർമ്മൻ പറ്റും, ഫ്രഞ്ച് പറ്റും, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ലാംഗ്വേജസും, അറബി, ഹിന്ദി തുടങ്ങിയ എല്ലാ ലാംഗ്വേജസും അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ കേട്ടുകൊണ്ട് അതിൽ പറയുന്ന വിഷയം നേരെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ കേട്ട് എങ്ങനെ ടൈപ്പ് ചെയ്യും എന്നുള്ളത് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇതിനും ഒരു സ്പെഷ്യൽ ടിപ്പ് ഉണ്ട്. അതായത് ഗൂഗിൾ ഉപയോഗിച്ചിട്ട് ഗൂഗിളിൻ്റെ തന്നെ ഒരു ഫീച്ചർ ഉണ്ട്. അതിലൂടെ ആ വോയിസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് പറയാം. ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ട് ഡെയിലി ഒരു 500 രൂപ വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, 500 അതിൻ്റെ മുകളിലും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നേരെ ഇതിൻ്റെ ജോബ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ ഓഡിയോസ് ആണുള്ളത്, ഏത് ലാംഗ്വേജസിലാണുള്ളത്, നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഏതാണ് അത് സെലക്ട് ചെയ്തിട്ട് അതിലുള്ളത് നമുക്ക് അവർ വർക്ക് തരുന്നു. ആ വർക്ക് നമ്മൾ അവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതുപോലെയുള്ള നല്ല ടിപ്സുകളാണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. നേരെ ഞാൻ വീഡിയോയിൽ സ്ക്രീൻ റെക്കോർഡ് സഹിതം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ പേരാണ് ഓഡിയോബിയിൽ നമ്മൾ വെബ്സൈറ്റ് ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫ്രീലാൻസറായിട്ട് മാറാം എന്നുള്ളത്, അതിൽ നമുക്ക് എങ്ങനെ ജോബ് ചെയ്ത് ഏൺ ചെയ്തെടുക്കുക എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ബിക്കം എ ഫ്രീലാൻസർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ബിക്കം എ ഫ്രീലാൻസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈനപ്പ്, നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ടാവുക. അവിടെ അവൈലബിൾ ആയി വരുന്നേരം നമ്മൾ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിമൊക്കെ കൊടുക്കണം. പിന്നെ ഇടയിൽ ഞാൻ പറയാം മൊബൈലിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നമ്മുടെ നെയിം, ലാസ്റ്റ് നെയിം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ നമ്മളെ ലാംഗ്വേജ് ഏതാണ്, ജോബ് ടൈപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ തന്നെ കൊടുക്കാവുന്നതാണ്. പിന്നെ പാസ്വേഡ് കൊടുക്കുക. ഈ പാസ്വേഡ് കൊടുത്തതിന് ശേഷം നമുക്ക് നേരെ സൈനപ്പ് ക്രിയേറ്റ് ചെയ്യാം. സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു ഇമെയിൽ ഐ ഡി വരും. ആ ഇമെയിലേക്ക് അതിൻ്റെ പാസ്വേഡും ഇത് കൺഫർമേഷൻ മെയിലായിരിക്കും വരിക. കൺഫർമേഷൻ മെയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ മെയിൽ ഇവിടെ ലോഗിനിൽ വന്നിട്ട് നമ്മളെ മെയിൽ കൊടുക്കുക, പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഇൻ്റർഫേസ് വരും. ഈ ഒരു ഇൻ്റർഫേസിൽ ട്രാൻസ്ക്രിപ്ഷൻ, ഇതിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത് മുഴുവനായിട്ട് വായിച്ച് നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് വരുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ഒരു ടെസ്റ്റാണ് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അതൊരു ഡിഫിക്കൽട്ടി ഏരിയ ഒന്നല്ല, ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ രൂപത്തിൽ ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എക്സാം എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിനുള്ള ആൻസേഴ്സ് കറക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന നേരം നമുക്ക് ഫസ്റ്റ് തന്നെ 80% അബോവ് മാർക്സ് ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. അങ്ങനെയാകുമ്പോഴാണ് ഇതിൽ നമുക്ക് ജോബ് ചെയ്യാൻ പറ്റുന്നത്. അതിനൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ 80% കിട്ടാതെ ഒരു 50 to 80 റേഞ്ചിലാണ് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് വീണ്ടും എക്സാമിന് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതിലും നമ്മൾ ഫെയിൽ ആവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരാൾക്ക് 3 പ്രാവശ്യം തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഇതിൽ അവൈലബിൾ ആണ്. അങ്ങനെ അറ്റൻഡ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ജോബ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇതിൽ 4 ലെവൽ ടെസ്റ്റുകൾ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ക്യൂസ് എന്ന് പറയുന്നത് 4 ലെവലായിട്ടുണ്ടാവും. അപ്പോൾ ഈ 4 ലെവൽ എന്ന് പറഞ്ഞാൽ MCQ ലെവൽ 1, 2, പിന്നെ സിംഗിൾ ഓഡിയോ ടെസ്റ്റ്, മൾട്ടിപ്പിൾ ഓഡിയോ ടെസ്റ്റ് എന്നുള്ളതാണ്. ഇതൊക്കെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഗൂഗിൾ ചെയ്താൽ മതി, എല്ലാത്തിനുള്ള പരിഹാരം അവിടെ തന്നെ ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താനും പറ്റുന്നതാണ്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റേജസ് ഓരോന്നും നോക്കാം. ഇതിൽ നമുക്ക് നേരെ ക്യൂസ് നമുക്ക് ഫസ്റ്റ് ലെവൽ നമുക്ക്
MCQ ലെവൽ 1 എന്ത് ചെയ്യാം സെലക്ട് ചെയ്ത് കൊടുക്കുക. MCQ ലെവൽ ഫസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്ക് എത്ര കിട്ടണം എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഈ ഒരു ക്യൂസ് അറ്റൻഡ് ചെയ്യുന്ന ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വ്യൂ MCQ1 ഗൈഡ് ലൈൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു PDF കിട്ടും. ആ PDF നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് നോക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് നേരെ ഇനി സ്റ്റാർട്ട് ക്യൂസ് കൊടുക്കാം. സ്റ്റാർട്ട് ക്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഈ ഒരു ചോദ്യം ഉണ്ടാവും, എൻ്റെ സുഹൃത്ത് പറഞ്ഞു പിങ്ക് പൂക്കൾ. ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യന്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, എൻ്റെ സുഹൃത്ത് പറഞ്ഞു പിങ്ക് പൂക്കൾ എന്നുള്ളതാണോ രണ്ടാമത്തതാണ്. അത് ഇതിൽ നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് കോമ കൊടുക്കുന്നുണ്ട്, പിന്നെ ഇൻവേർട്ടർ കോമ കൊടുക്കുന്നുണ്ട്, ഫുൾ സ്റ്റോപ്പ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണ്ട രൂപത്തിലാണോ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ നോക്കുന്നത്. നമുക്കതിൽ മൂന്നാമത്തത് കൊടുക്കാം. മൂന്നാമത്തതാണ് അതിൽ കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനാണ് ഹായ് കോമ എങ്ങനെയുണ്ട് ചോദ്യചിഹ്നം. ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യചിഹ്നം എന്ന് പറഞ്ഞത് എഴുതി കൊടുത്തത് ശരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിലേതാണോ ശരിയായിട്ട് വരുന്നത് ആ ശരിയായിട്ട് വരുന്നതിന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിന് ബാക്ക് പോയി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സെക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. പേയ്മെൻറ്റ് സെക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് മുകളിൽ തന്നെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സെക്ഷനിൽ പോകാം. പേയ്മെൻറ്റ് സെക്ഷനിൽ വന്നാൽ പേഴ്സണൽ ഇൻഫർമേഷൻ നമുക്ക് ഫസ്റ്റ് നമ്മളെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. ആ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അതിന് ശേഷം പേയ്മെൻറ്റ് ഇൻഫർമേഷനിൽ പോവുക. അവിടെ നമുക്ക് എന്താ ചെയ്യുക, പേപ്പാൽ ഇമെയിൽ അഡ്രസ്സ്, നമ്മൾ പേപ്പാലിൽ ഏതാണോ മെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് ആ മെയിൽ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് അവിടുന്ന് പേയ്മെൻറ്റ് വിഡ്രോവൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഏകദേശം ഒരു വർക്കിനെ നമുക്ക് ചെയ്യുമ്പോൾ ഒരു 500 രൂപയ്ക്ക് എന്തായാലും കിട്ടുന്നതാണ്. പിന്നെ മിനിമം എത്രയാണ് വിഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $50. അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒരു ദിവസം ഒന്ന് വർക്കൗട്ട് ചെയ്താൽ തന്നെ നന്നായിട്ട് നല്ല ഏണിങ്സിലേക്ക് നമുക്ക് എത്തിച്ചെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന് എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽപ്പുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്, അതായത് ഇപ്പോൾ വോയിസ് കേട്ടിട്ട് ടെക്സ്റ്റ് ചെയ്യാനോ അങ്ങനത്തെ ഹെൽപ്പുകൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ മലയാളത്തിലേക്ക് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മലയാളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് മലയാളത്തിലേക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്